നമസ്കാരം. ജ്യോതിഷത്തിൽ വ്യാഴത്തെ ഏറ്റവും ശുഭകരമായ ഒരു ഗ്രഹമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിൽ അസ്തമനാവസ്ഥയിൽ നീങ്ങുന്നതാകുന്നു. എന്നാൽ ജൂൺ 2 ആകുമ്പോൾ വ്യാഴം ഉദിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതുമാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഉദയം ഒരു ശുഭകരമായ അനുകൂലമായ സംഭവമാണ്. ഇത് പല രാശിക്കാരുടെ ജീവിതത്തിലും അനുകൂലമായ ഫലം നൽകും എന്നതാണ് വാസ്തവം. വ്യാഴം ഇടവത്തിൽ ഉദിക്കുന്നതിലൂടെ ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിങ്ങളുടെ രാശിയായ ഇടവത്തിൽ ഉദിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നതായ സമയം, പ്രയോജനം ശരിയായ രീതിയിൽ ലഭിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പറഞ്ഞു വരുന്നത് സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച അത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരുമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുവാനും തന്മൂലം അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും. ഈ സമയത്ത് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ പ്രയോജനകരമായി തീരും. അല്ലെങ്കിൽ ഈ സമയം തർക്കങ്ങൾ ഒഴിഞ്ഞ് ശുഭകരമായി സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം സ്നേഹം അല്പം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ് അത് പങ്കാളിത്ത ബിസിനസ് ആണ് എങ്കിലും ധനപരമായ നേട്ടങ്ങൾ, ലാഭം വന്ന് ചേരുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കും, ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് ധനപരമായും മാനസികപരമായ സന്തോഷവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശിക്കാരുടെ 9ാം ഭാവത്തിൽ വ്യാഴം ഉദിക്കാൻ പോവുകയാണ്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കർക്കിടകം രാശിക്കാർക്ക് ഇത് ഏറ്റവും ശുഭകരമായ ഒരു സമയം, അഥവാ ധാരാളം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാകുന്നു. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏതെങ്കിലും തരത്തിൽ അപൂർണമായ ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം ആത്മവിശ്വാസം ക്രമാതീതമായി നിങ്ങളിൽ ഉയരുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ സമയത്ത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ചിന്ത എന്നിവ മനസ്സിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും ജോലികൾ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനോ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സമയമാകുന്നു. ജോലികൾ ശരിയായ രീതിയിൽ എളുപ്പത്തിൽ തന്നെ
പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം മത്സര പരീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ശുഭകരമാണ് സമയം. വിദേശത്തേക്ക് പഠിക്കുവാൻ, ജോലിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. അതിനാൽ ഇത്തരം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരമായി തീരും. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയം, ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സമയം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം ധനപരമായും മാനസികപരമായും അനുകൂലമാണ് സമയം. ജോലി ലഭിക്കുവാനും ജോലിയിൽ ഉയർച്ച നേടുവാനും അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ ജൂൺ മാസം ശുഭകരമല്ല. എന്നിരുന്നാൽ പോലും ഈ സമയം വ്യാഴത്തിന്റെ ഉദയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. അതിനാൽ ശനിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പോലും ഒരു പരിധിവരെ പരിഹരിച്ച് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം. മറ്റൊരു രാശി ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉദയം ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ ചെയ്യുന്നതായ ജോലികളിൽ, പ്രവർത്തനങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് ഫലം. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സമയം അത്തരത്തിലുള്ള അഭിലാഷങ്ങൾ നിറവേറുവാനുള്ള സാധ്യതകളുണ്ട്. പലവിധ ആഗ്രഹങ്ങളും നിറവേറുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമാകുന്നു. തൊഴിൽ രഹിതരായ വ്യക്തികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് വിദേശത്തും നാട്ടിലും ഇത്തരത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ്. വ്യാപാരികൾക്ക് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം സാമ്പത്തികപരമായ അനുകൂലമായ ഫലങ്ങളാണ്. സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ അനുകൂലമായ കാര്യങ്ങളാണ് കൊണ്ടുവരിക. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക. ധനപരമായ ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുക. ഇത്തരത്തിൽ അനുകൂലമാണ് സമയം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കാരണം ഈ സമയം വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ നേരിട്ടുള്ള സ്വാധീനത്തിലായിരിക്കും. അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഇത്തരമൊരു സാഹചര്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയോ കേൾക്കുവാനോ സാധിക്കും. ഈ സമയം നടക്കാത്തതായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് കൈവരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ കുട്ടികളെ, സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് സന്താനയോഗം വന്ന് ചേരുന്നതായ ഒരു സമയം, അല്ലെങ്കിൽ അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം. വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും ചെയ്യുവാൻ സാധിക്കാത്തതായ അപൂർണമായ ജോലികൾ പോലും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. പല ജോലികളും എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും. വിജയങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം. അത്തരത്തിൽ അനുകൂലമാണ് സമയം. ധനപരമായും മാനസികപരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക.